ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമൊന്നുമല്ല. നിങ്ങൾ നോക്കി എല്ലാവരും ചെയ്യുന്ന വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പം പ്രത്യേകിച്ച് നേഴ്സുമാരുടെ ബാഗിന് എന്നാന്ന് അറിയണ്ടേ? ഒന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്. അപ്പം രണ്ട് ബാഗ് ഉണ്ട് കേട്ടോ. ഇതെന്റെ ഫുഡ് കൊണ്ടുപോകണം ബാഗാണ്. പിന്നെ ഇത് ബാഗ്, ഇത് കാര്യമായിട്ടൊന്നുമില്ല, കാണിച്ചു തരാവേ. എന്റെ ഇക്കാമ ഒരു കുഞ്ഞ്, ഇവിടുത്തെ ഇക്കാമ ഞാനിങ്ങനെ ഒരു കുഞ്ഞു കള്ളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് നാളായിട്ട് എന്റെ കൂടെ കൂടിയേക്കണതാണ് കേട്ടോ. എല്ലാവർക്കും അവനവരുടേതായ ഓരോ വിശ്വാസങ്ങളില്ല. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മളെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നുള്ളൂ. അപ്പൊ എന്റെ വിശ്വാസം കുറച്ച് നാളായിട്ട് എന്റെ കൂടെയുള്ള ഒരു കൃപാസന മാതാവിന്റെ ഒരു രൂപമാണ്. ഈ തവണ ഞങ്ങൾ നാട്ടിൽ പോയപ്പം കൃപാസനത്തിൽ പോയതാണ് അവിടുത്തെ. പിന്നെ ഒരു സാനിറ്റൈസർ ഈ ബാഗിന്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പം ഈ സാനിറ്റൈസർ നമ്മൾ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കുറെ വർഷം ഉണ്ടായിരുന്നു. 2019 തൊട്ട് ആ സമയത്തൊക്കെ ഇതില്ലാതെ നമുക്ക് പറ്റിയതായിരുന്നു. പക്ഷെ ഇപ്പോഴും നേഴ്സുമാർ ഞങ്ങളെന്നല്ല ഒരുമാതിരി കുറെ പേരൊക്കെ ഇപ്പോഴും ഇതിങ്ങനെ കൊണ്ടു നടക്കണവരുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാട്ടെ അതിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ ഓയിൽ സ്പ്രേ എപ്പോഴും കാണും. കാരണം നമ്മള് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കയറുന്നതിന് മുന്നേ ഒന്ന് സ്പ്രേ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിന്റെ കോലം, ഇത് ഞങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം കേട്ടോ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഐഡിയ ആണ്. അത് എപ്പോഴും ഈ ബാഗിൻ്റെ അകത്ത് കാണും, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും ഇത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ. അപ്പൊ അത് എപ്പോഴും ഈ ബാഗിൻ്റെ അകത്ത് കാണും. പിന്നെന്ന് പറഞ്ഞാൽ ഇതെന്റെ മേക്കപ്പ് ബോക്സ് എന്നല്ല, ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് സാധനങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഞാൻ രാവിലെ മേക്കപ്പ് ഇട്ടിട്ട് പോകണം. അപ്പൊ അത് എപ്പോഴും ബാഗിൽ തന്നെ കാണും കേട്ടോ. ഇടയ്ക്കൊക്കെ ലിപ്സ്റ്റിക്ക്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കേട്ടോ. പിന്നെ ഞങ്ങളുടെ എപ്പോഴും എൻ്റെ കൂടെ ഒരു കൊന്ത കാണും കേട്ടോ. ഒത്തിരി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കൊന്തയല്ല, ഒരു കൊന്ത എപ്പോഴും കാണും. കാരണം നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പം തൊട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന സമയം തൊട്ട് മമ്മി എപ്പോഴും ഒരു കൊന്ത തരുമായിരുന്നു. ഇതിപ്പോ എത്ര ഒരു 3 വർഷമായി ഈ കൊന്ത എൻ്റെ കൂടെ ഉണ്ടായിട്ട്. അപ്പൊ എപ്പോഴും ഓരോ കൊന്ത ബാഗിൽ കാണും. നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ ഒരു ബലവും അല്ലേ അത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ പണിയായുധം, നേഴ്സുമാരുടെ ജീവിതത്തിലെ പണിയായുധം പേനയാണ്. ഈ പേന എന്റെ സ്വന്തം പേനയാട്ടോ. കാരണം ഇതിങ്ങനെ ബാഗിൽ കിടക്കുള്ളൂ. ICU ചെന്ന് കഴിയുമ്പം നേഴ്സിംഗ് സ്റ്റേഷനിൽ ആരുടെയിലൊക്കെ പേനയാണ് അതൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്നാലും എപ്പോഴും ഞാനൊരു പേന കൊണ്ടുപോയി നടക്കും കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും, എനിക്ക് അവിടെ നേഴ്സുമാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാധനമാണ് ഈ പേന. ഈ പേനയല്ല, 3 പേന, നമുക്ക് റെഡ്, ബ്ലൂ, ബ്ലാക്ക് ഒക്കെ വേണം. പക്ഷെ ഇപ്പൊ എല്ലാവരും സിസ്റ്റമൈസ് ആയതുകൊണ്ട് പേനയുടെ ഒത്തിരി ഉപയോഗമില്ല. എന്നാലും നമുക്ക് എപ്പോഴും നമ്മുടെ പണിയായുധമാണിത്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ചാർജർ, എപ്പോഴും ചാർജർ അത്യാവശ്യമല്ലേ എവിടെയാണേലും. അതുകൊണ്ട് ഞാൻ ഒരു ചാർജർ എപ്പോഴും ബാഗിൽ കാണും കേട്ടോ. ഈ ചാർജറേ ഉള്ളൂ, ആ പടം ഓർമ്മ ഉള്ളൂ, അതിങ്ങനെ ബാഗിൽ ഇട്ടേക്കും. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത്രയൊക്കെ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ കുഞ്ഞു ബാഗിലുള്ള സാധനങ്ങൾ. അപ്പം ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോ കാണാവേ.